എല്ലാരും കാണുന്നുണ്ടല്ലോ. അവൾ അതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഇങ്ങനെ കിടക്കും. കുനിഞ്ഞ് കിടക്കണത് എന്തിനാണ്? മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടി. നോക്കുമ്പോൾ ആ യവന്മാരുണ്ടല്ലോ, അവന്മാരെ ചാനലിലൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് മീഡിയ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ നടപ്പുള്ളൂ. സൂക്ഷം അവളെ ശരീരഭാഗത്ത് അവൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം അവിടെ തന്നെ ഇങ്ങനെ കാണിക്കുമെന്നുള്ളത് അവൾക്കറിയാം. അതിനാണ് അവൾ അതങ്ങനെ കുനിഞ്ഞിരുന്നും കൊണ്ട് അതെടുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ ഇരുന്ന് കഴിക്കും. തമന്ന മാഡം തിന്നെയാണ് കാണാൻ നമുക്ക്. തമന്ന മാഡം ഇംഗ്ലീഷ് മീഡിയം അല്ലേ വായിക്കേ? ഇംഗ്ലീഷ് മീഡിയം. രേണു എന്തായിരുന്നു? ഇംഗ്ലീഷ് മീഡിയം അല്ലേ വായിക്കുക? ഇംഗ്ലീഷ് മീഡിയം. ചപ്രച്ച ലൈവ്, ചപ്രച്ചൻ പ്രമോഷൻ, സെലിബ്രാറ്റി. ചപ്രച്ചൻ എന്ന് പറയുന്ന ആളാണ് ഇംഗ്ലീഷ് മീഡിയം. ബാക്കി ഇട്. എന്തിനാ കൊരുത്തിരിക്കണത്? എന്തരാണോ എന്തോ അവിടെ ചങ്ങലയാണെന്ന് തോന്നുന്നു അതിനകത്ത് വെച്ചിരിക്കുന്നു, ഫിറ്റ് ചെയ്ത്. ഞാൻ കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കുന്നത് നല്ല വിശപ്പുണ്ട് ചേട്ടാ. അയ്യേ എടി, കഴിക്കാൻ നേരത്ത് വീഡിയോ എടുക്കണത് എടി നിന്റെ മുഖത്തിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കല്ല. നീ എടുക്കണ നിന്റെ മുഖം കഴിക്കാൻ പൊന്നു പെണ്ണും പിള്ളേ നീ എടുത്ത് വെളിയിൽ ഇട്ടിരിക്കണത് അതിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കണതാണ്. അല്ലാതെ കഴിക്കണതൊന്നും വേണ്ട. അല്ല, വേറെ മതി. ഇതെടുത്ത് അവര് പോസ്റ്റ് ചെയ്യുമ്പോ അവർക്ക് ഇത്തിരി വ്യൂ കിട്ടും, അത്രേ ഉള്ളു. നീ കഴിച്ചോ, കുഴപ്പമില്ല. അവരെടുക്കാനുള്ളൊക്കെ എടുത്തോളും. ചേട്ടാ എനിക്ക് വിശക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ സീറ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചേട്ടാ വീഡിയോ എടുത്ത് എന്നിട്ട് നേരം ആരായിരുന്നു കൂടെ ഉള്ളത്? സുധിച്ചേട്ടൻ. എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. അദ്ദേഹം സുധിച്ചേട്ടൻ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന് ചിരിച്ച് അഭിമാനിക്കുകയായിരിക്കും. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ അല്ല, ആവശ്യകാര്യങ്ങൾക്ക് മാത്രം അനുസരിച്ചാ മതി. അങ്ങനെ ഉത്തമ ഭാര്യയാണത്, ഉത്തമ ഭാര്യ. അങ്ങനെ അനുസരിക്കണ. ഇപ്പൊ ഇനി വേറുള്ള സ്ത്രീകൾ വിചാരിക്കുമോ ഇനി ഭർത്താക്കന്മാരെ അങ്ങനെ അങ്ങ് അനുസരിക്കണം. അതിലപ്പുറം അനുസരിക്കണം ഭാര്യനെ, അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കണം. എവള് പറയുന്ന എന്തോന്ന് ഉദ്ദേശിച്ചാണെന്ന്. ഉത്തമ ഭാര്യ, ഉത്തമ ഭാര്യ. ാണ് പറഞ്ഞത്. കഴുത്തിൽ മിന്നു കെട്ടാത്ത കല്യാണമായിരുന്നല്ലോ മുന്നേ ഉള്ളത്. ആ കല്യാണം തന്നെയായിരുന്നു. അതുപോലെ അത് ഒളിച്ചോടിയതായിരിക്കും അല്ലേ? കഴുത്തിൽ മിന്നു കെട്ടാത്ത കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു കുന്തറാണ്ടും ചെയ്തിട്ടില്ല. ഏതാ എന്തൊരു പാച്ചറേനാ ആരുടെയും കണ്ട ഇവള് ഒളിച്ചോടിയതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. ഇവള് പറയണ സുധിയെ മാത്രം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വിവാഹം കഴിച്ചു എന്നാണ് പറയണത്. അതിനു മുമ്പ് വേറൊരു പയ്യനുണ്ടായിരുന്നു 20 വയസ്സായ, അതിലും ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടുപോയി അബോർഷനായി കളയാണ് ചെയ്തത്. ഇങ്ങനെയുണ്ട്. ഇത് മൂന്നാമത്തതാണ് സുധിയിൽ ചെന്ന് വിട്ടത്. മൂന്നാമത്തതാണ് വെളിയിൽ വന്നിരിക്കുന്നത്. ഇനി അതിന് ഉണ്ടാകും തോന്നുന്നു, നമുക്കറിയില്ല. രജിസ്റ്റർ മാരേജും എന്റെ പേരിൽ ആ ആളുടെ പേര് വെച്ചിട്ട് ഒരു രജിസ്റ്ററും ചെയ്തിട്ട് ഒളിച്ചോടിയിട്ട് അവർ കഴിഞ്ഞ് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇരുന്നും കൊണ്ട് ഇപ്പം അതിനുശേഷം പിന്നെ ഇരുന്നുകൊണ്ട് തള്ളണതാണ്. ഇവക്ക് ഫുള്ള് തള്ളല് തന്നെ. ഇവളെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് വേറൊരു സാധനം വന്നിട്ടുണ്ട്, കറച്ചട്ടിയും കമത്തിക്കൊണ്ട്. അറിയാല്ലേ, അത് പ്രത്യേകിച്ച് പറയണ്ട. അയ്യോ, സാരിക അമ്മച്ചി തന്നെ. അവള് ചട്ടിയും കമത്തിക്കൊണ്ട് അവള് വന്നിരുന്നു കൊണ്ട് ആ ബിഗ് ബോസ് കിടന്ന് കാണിച്ചു കൂട്ടി കണ്ടില്ലേ. രേണുവായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ രേണുവിനെ കരിപ്പിച്ചവള്. ബിഗ് ബോസിലും പോയിട്ട് വന്നിട്ട് എവള് എങ്ങനെ തുണിയില്ലാതെ ആടിയാലും എവള് വന്നിരുന്നു കൊണ്ട് അതിനെന്ത് അവക്ക് ശരീരം ഇല്ലാത്തല്ലേ. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈല് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട്, ജണ്ടുമാല, ബൊക്കെ, ഹാരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം. അമ്മച്ചി സപ്പോർട്ട് ചെയ്യാണ്, രേണുവിനെയാണ് സപ്പോർട്ട് ചെയ്ത് പറയണത്. വേറെ ആരോ ഏതൊക്കെ രീതിയിൽ മുതുകത്ത് കാണിച്ചെന്നാ മുതുകത്ത് വള്ളി വെച്ച് ആരാണെന്ന് കത്തിയത്. എനിക്ക് കത്തി ബിൻസി ആയിരിക്കും പറയണത്. വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ രേണു സുധി, അതും
ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല. പിന്നെന്തേരാ കാണിച്ചോണ്ടിരിക്കണത്? എപ്പായിരിക്കും പിന്നെന്തോന്ന് അത് എടുത്ത് വെളിയിലിട്ടോണ്ടിരിക്കണത്? പെണ്ണും പിള്ളേ ശരീരം ഇല്ലെന്ന് നീ പറയണു. പിന്നെ എന്തൊരു സാധനമാണ് ഈ പെണ്ണും പിള്ള ഇരുന്നും കൊണ്ട് അതിനെ എടുത്ത് പിന്നെ എന്തൊക്കെയോ വെച്ച് കെട്ടി വെച്ചിട്ടായിരിക്കും അതങ്ങനെ പൊക്കി കാണിച്ച് തൊട്ടിലാട്ടും കണക്കൊക്കെ ഇവര് നടക്കണത്. എന്താ പറയുന്നത്, അവളോട് തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്നു. എവക്ക് അതായിരുന്നു പരിപാടി, തപ്പി നോക്കല്. ബിഗ് ബോസിനകത്ത് എവക്ക് തപ്പി നോക്കലായിരുന്നു ജോലി. നമ്മളീ പുറമെ കാണുന്നത് ഒറിജിനൽ അല്ല കേട്ടോ, ഇവര് തപ്പി നോക്കിയായിരുന്നു, ഒന്നുമില്ല എന്നാണ് ഇവര് വാദിക്കുന്നത്. അതാണ് ഈ രേണുവിന്റെ പിറക്കേന്ന് കുറച്ചു പേരെ പിറക്കേന്ന് ഇങ്ങനെ അമ്മച്ചി നടക്കണാണായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവള് 10 ദിവസം ആയപ്പോഴേ ഔട്ടായി പോയല്ലോ. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ബിഗ് ബോസ് തീരണതിന് മുമ്പ് ഇവള് വന്ന് അകത്ത് കുറെ എണ്ണം കയറിയല്ല, കൂതറകളെല്ലാം കൂടെ വന്ന് കയറിയല്ലേ. അപ്പൊ ഈ സാധനം ഉണ്ടായിരുന്നു. ഇത് 10,000 ഡ്രസ്സ് അങ്ങോട്ട് മാറ്റക്കം തുടങ്ങി. ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച്. അപ്പൊ ഇവളാണ് ഇതിന്റെ പിന്നിൽ കേട്ടാ. ഇവര് വെച്ച് പിടിപ്പിക്കാനാ? ലവളല്ല, എന്തേരാ ഒരു മാനേജർ ഉണ്ടല്ലോ, കരിഷ്മ അല്ല സംഭവം. എവളാണ് റേറ്റ് ഇതിന് വേണ്ടി നിക്കണത്. എവളാണ് ഇതിന് നിക്കണതെന്ന് ഇപ്പൊ മനസ്സിലായി. അത് കൊള്ളാല്ല. അപ്പൊ നീയാണല്ലേ ഇതിന്റെ പിന്നില്. നല്ലൊരു ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ. അതാണ് നമ്മളും പറയടാ. ഡബിൾ സ്റ്റാൻഡേർഡ് ഒന്ന് കാണട്ടെ. കേറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. എല്ലാ അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. പൊന്ന് സ്ത്രീയെ, നീ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാ? നീ അവളെ സബ്സ്ക്രിപ്ഷനിൽ കയറി ഇരുന്നിട്ടുണ്ടല്ലേ? രേണുവിന് അത്രക്ക് ഇഷ്ടമാണ്. രേണുവിന് പറയണ പിടിക്കാത്തത്. ബാക്കി ആരെ വേണോ പറയാം. ആരും രേണുവിനെ ഒന്നും പറയൂല. അവള് കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരത്തിന് മാത്രമേ ആളുകൾ പറയുള്ളൂ എടുത്തു വെച്ചിട്ട്. അല്ലാതെ ആരും അവളെ ഒന്നും പറയൂല. ഇതാക്കട്ടെ, റേണുസുതിയെ വേട്ടയാടുന്ന അമ്മച്ചി, മൂട് താങ്ങിയ അമ്മച്ചിയാണ് ഇവളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കണത്. വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയ അതിപ്പോ കാലങ്ങളായിട്ട്, അതായത് ഒരു 1.5-2 വർഷമായിട്ട് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്. സ്ത്രീയെ, ഈ സ്ത്രീ മുമ്പ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതില് ഇന്റർവ്യൂല് രേണു അവസാനം സാഹി കെട്ട് ഈ പെണ്ണും പിള്ളേരെ തിരിച്ചെന്തേര് പറയണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പറയാൻ പാടില്ലാത്തത് അത്രയും ഈ സ്ത്രീ വന്നിരുന്ന് ഒരു ഇൻ്റർവ്യൂവിൽ കാച്ചി വിടുന്നുണ്ട്. നാണം കെടുത്തി വിട്ടു രേണുവിനെ. നീ അങ്ങനെ കാണിക്കുന്നില്ലേ, ഇങ്ങനെ കാണിക്കില്ലേ, തുണിയേട്ട് അങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ കാണിക്കില്ലേ എന്ന് പറഞ്ഞു. ഇപ്പം വന്നിരുന്നു കൊണ്ട് പറയണ കണ്ടാ. അപ്പം എന്തോ കിട്ടി, ഒരു വീതം കിട്ടി. പകുതി കൊടുത്തു. അത് മാത്രമല്ല, റേറ്റൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ, റേറ്റ് പറഞ്ഞ് അപ്പം അങ്ങനെയും അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഒരു വീതം കിട്ടി തള്ളക്കി. അതിലൊരു സംശയവും ഇല്ല. പക്ഷെ അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പേൽപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ രേണു എന്തെങ്കിലും ഇതിന്റെ കാര്യം നോക്കണം പോടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. പക്ഷെ ഇപ്പൊ രേഷ്മ പി തങ്കച്ചന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് കച്ചകെട്ടി സുധീര കുടുംബത്തെ മൊത്തം നശിപ്പിച്ചത് ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഈ സാധനം. അവർക്ക് നാണക്കേടായി. ആ 20-22 വയസ്സായ ചെറുക്കന് നാണക്കേടായി. നീയൊക്കെ ഇരുന്നും കൊണ്ട് നീയൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുണി അഴിച്ചിടെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ തുണി അഴിച്ചിട്ട് കാണിക്കണത്. ഈ പറച്ചില് മനസ്സിലായി നീയൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കണേന്നുള്ളത്. ഇല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ആ മകനെയും കൊണ്ട് ആ സുധീര വീട്ടിൽ അവരുമായിട്ട് സഹകരിച്ച് സന്തോഷമായിട്ട് കഴിയാനുള്ള അവരെ നീയൊക്കെ കാരണമാണ് ഇങ്ങനെ ആക്കിയത് അല്ലേ? അപ്പോൾ അവൾ പാവമായിരുന്നു. ഈ സാധനങ്ങളാണ് ഇങ്ങനെ ആക്കിയത് അവള. ഇവരൊക്കെയാണ് പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം, അതിൽ തുണി മാറ്റി കളിക്കണം, വെളുക്കണോരെ തുണി മാറ്റി കളിക്കുമ്പോൾ നിനക്ക് നല്ല പണം കിട്ടും അതിൽ നിന്ന്, ഇത്ര ഇതിന് റേറ്റ് പറയാനുള്ളതും. മീറ്റപ്പ് എന്തോന്ന് മീറ്റപ്പാണ്? വേറെ മീറ്റപ്പായിരുന്നു. അതിനാ ചായ കുടിക്കാൻ ആക്കിയെടുത്ത്. അപ്പൊ ഇവരാണ് ഇതിന്റെ പിന്നില്. ടീമുകള് തലയിലിരിക്കണ എന്തോന്ന്, തോരൻ കറച്ചട്ടിയാ, അവിയൽ കറച്ചട്ടിയാ, മീൻ കറച്ചട്ടിയാ? ശരികാമേര മീൻ കറച്ചട്ടിയാണല്ലേ.
ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ, അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഋതപ്പൻ്റെ അടുത്തുള്ള സ്നേഹം നമുക്ക് കാണണ്ട. ഋതപ്പന കൊക്കാ നിക്കണത്. അല്ല, എവള് ആണ്ടിലൊരിക്കൽ ഇങ്ങോട്ട് വന്നു, ഞണ്ടിനെ കണക്ക് ഇങ്ങനെ വളഞ്ഞു നിന്നും കൊണ്ട് ആണ്ടിലൊരിക്കൽ എവിടെ പോയിട്ട് വന്നതാണ്. അയ്യോ, അവിടെയും വിട്ടില്ല. ആ മനുഷ്യന്റെ എല്ല് തന്നെ ഇനി അതിനകത്തുണ്ട കാണുമായിരിക്കും. അസ്ഥി കാണും. സൂപ്പ് ഉണ്ടാക്കി കൂടി, അതാണ് അസ്ഥി അതിനകത്ത് കാണും തോണ്ടിയെടുക്കുമ്പോ. ആ പാവപ്പെട്ട മനുഷ്യന് ആ തള്ളയ്ക്കൊന്നും വിട്ടുകൊടുക്കാതെ അതിനെ കൊല്ലത്ത് കൊണ്ടുപോയി അതിനെ അടക്കം ചെയ്യാന്ന് പറഞ്ഞപ്പോ വലിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ആ മൂത്ത മകന് പോലും ഇഷ്ടമല്ലായിരുന്നു. ഇവളെ തങ്കപ്പൻ ചേട്ടനും ശരീരം അനങ്ങാതെ ഇരുന്ന് തിന്നു മുടിക്കണ അവനും എല്ലാ സാധനവും കൂടെയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ വലിച്ചെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ആ പള്ളി കൊണ്ടുവന്ന് അടക്കിയത്. എന്നിട്ടിപ്പൊ അതിലുണ്ടായ ഒരു കൊച്ചിനെ വെച്ചിട്ട് എന്റെ ഷൂ ചേട്ടായി, എന്റെ പൊന്ന് പെണ്ണും പിള്ളേ, അയാളായി എല്ലെങ്കിലും അതിനകത്ത് കിടക്കട്ട്, വെറുതെ വിടുന്നീ വിടമാട്ടെ. മീഡിയക്കാരോട് ചോദിക്കണത് സുജിയേട്ടല്ലേ സംശയം ഉണ്ടോ എന്തോ അറിയാൻ വയ്യ. എന്തായിരുന്നു പാസ്റ്ററാ ഫീസറാ സംശയം. അത് പോട്ട്. കിച്ചുവാണ് സുധിയെ വിരിച്ചു വെച്ചിരിക്കണത്. സുധി എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, കിച്ചുവിനെയാണ് അച്ചിലിട്ട് വാർത്തണക്കിരിക്കണത്. സംശയം ഉണ്ടാകുന്നു. അവൾക്ക് സംശയം ഉണ്ടോന്നാണ് ചോദിക്കണം. അത് വെളിപ്പെടുത്തണ്ട, നമുക്കറിയാം. അവക്ക് എന്നെ എന്തോ ഡൗട്ടാണ് മൊത്തത്തിൽ. കൺഫ്യൂഷൻ. കൊച്ചിനവിടെ നിക്കാൻ പോലും താല്പര്യം. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ വളരുമ്പോ അമ്മേരെ സപ്രസലായി എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണം. മടല് വേട്ടയെ അറിയണം. നീ എന്തിനാണ് കാണിച്ചത്? സാരിക അമ്മച്ചിക്കും കൂടെ കൊടുക്കണം പിന്നില്. അമ്മേനെ കണ്ണുകൊണ്ട് നോക്കും. കണ്ണുകൊണ്ട് നോക്കും. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ അവിടത്തെ യുദ്ധം കഴിഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടത്തെ യുദ്ധം കാണാം. ബാർ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നീ എല്ലാ എണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലേ? എല്ലാ എണ്ണത്തിനും ഇത് തന്നെ പരിപാടി. മനസ്സിലായി. കൊള്ളാം ചേട്ടാ. ചേട്ടന്മാരെ ബാക്കിലോട്ട് കൊണ്ട് ഇടിച്ചു എരിഞ്ഞിരിക്കണം. ഫ്രണ്ടില് പെണ്ണുമ്പിള്ളെ ഒതുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്ഥലത്തോട്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് നമ്മളൊക്കെ ഉണ്ടാവും. രണ്ടു പേർക്ക് എന്താ ഞാൻ ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വന്നപ്പോ ഹേമന്തിനെ കണ്ട് നമ്മള് സൗഹൃദം പുതുക്കിയല്ലേ, എന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഭയങ്കര ഷൂട്ട്. പിന്നെ ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് വന്നപ്പം കണ്ടെന്ന്. പെണ്ണുമ്പിള്ളക്ക് എവിടെ ചെന്നാലും കാണും ഇങ്ങനെയുള്ള കോമാളികളാ. ഇനി വേണമെങ്കിൽ അങ്ങോട്ട് ചായും. രണ്ടെണ്ണത്തിന്റെ മോണ്ട ഒന്നുമല്ലേ ഇരിക്കുന്നു. അയ്യോ സാരിക നിന്നെ കാണാൻ. സാരിക പറഞ്ഞല്ലോ ഒന്നുമില്ല, തപ്പി നോക്കിയാലേ അറിയാവൂ, വെറും പാവയാണെന്ന്. ഇപ്പൊ എന്തോന്നാണ് അതിൽ കാണിച്ചത്? അത് ഡൂക്ലി സാലാണെന്ന്. അതാണ് പറയണത്, നമ്മൾ കണ്ണി കാണുന്നത് എല്ലാം റിയൽ അല്ല. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. സാരികയ്ക്ക് അറിയായിരുന്നു എവള് വെച്ച് കെട്ടി. സാരിക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇതൊക്കെയായിരുന്നു പരിപാടി. ഐ ആം സെലിബ്രിറ്റി, so please contact my manager. Yes, നേരിട്ട് മീറ്റപ്പ്, കോഫി കുടി, ഷൂട്ട്, പ്രോഗ്രാം. If you want, please contact my manager. I am celebrity. Please contact my manager. മാനേജറെ കോണ്ടാക്ട് ചെയ്യുക. അതിന് പിന്നെ രണ്ടാമത് കോഫി കുടിയിലെ ഇത് അവളാക്കി എടുത്തതാണ്. ദിവസത്തിനും മണിക്കൂറിനൊക്കെ. അതെ, നിങ്ങൾക്ക് ചായ കുടിക്കണോ, അതാണ് വട കഴിക്കണോ, പരിപ്പട കഴിക്കണോ, എന്ത് വട കഴിക്കണാണേലും കോണ്ടാക്ട് മൈ മാനേജർ പ്ലീസ്. ഉഴുന്നുവടയുടെ കാര്യമാണ് അവൾ അന്ന് പറഞ്ഞു. എന്തേലും വട കഴിക്കണമെങ്കിലും മാനേജറെ കോണ്ടാക്ട് ചെയ്യണം. കൈ പൊക്കി കാണിക്കണം. എടി ഓർക്കാനും പറഞ്ഞു എനിക്ക് വയ്യ. പൊന്ന് സ്ത്രീയെ, അമ്മേരെ എനിക്കറിഞ്ഞൂടാ. വെറ്റയും പാക്കും ഇടിച്ച് തിന്ന് പൊടിയാക്കി വായിലിട്ട് ചവയ്ക്കണ പരിവായി.
പല്ലെല്ലാം വെച്ചിരിക്കുകയാണ്. അല്ലാതെ അങ്ങോട്ട് മുറുക്കാൻ ഇടുമെങ്കിൽ പാക്കെല്ലാം കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പല്ലില്ല, വെപ്പുമെല്ലാം കൂടെ തെറിച്ച് പോകും. ചോറ് തിന്നണ വീഡിയോ കണ്ടില്ലേ? തിന്നാൻ പറ്റണില്ല അവർക്ക്, പല്ലില്ല. എടുത്ത് വെക്കണതാണ് മുറുക്കാൻ തിന്നും കണക്ക്. പല്ലുണ്ടെങ്കിലല്ലേ തിന്നാൻ പറ്റൂ. ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു പോണമെങ്കിൽ എന്തെല്ലാം കാണണോന്നറിയാമോ? എനിക്ക് ആളുകൾ ചോദിക്കും എന്തിനു യൂട്യൂബ്. നമ്മളെന്തിനു കാണാൻ പോണേ? നമ്മൾ കണ്ണുള്ളതുകൊണ്ട് കാണുന്നു, നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യണം. നിങ്ങൾക്കും ഇത് താല്പര്യം യൂട്യൂബ് തുറക്കണ്ടേ, നമ്മക്ക് എന്തെങ്കിലും അതിനകത്തുനിന്ന് കിട്ടണ്ടേ? ഞാനൊന്ന് കാണിക്കട്ടെ. രേണു ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കണം. നമുക്ക് ചോറ് നമുക്ക് സോ മച്ച് രേണു ചേച്ചി ഫോർ നമുക്ക് ചോറ് വാങ്ങി തരുന്നതിന്. സാരികയായിട്ട് ഒരിക്കലും പിരിയരുത്. അതാണ് സാരിക, ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. രണ്ടുപേരും നല്ല സൗഹൃദത്തിലായിരിക്കണം. സാരിക എന്നാലും ഇങ്ങനെ പറയണ്ടായിരുന്നു, രേണു വെച്ച് കെട്ടിയാണ് നടക്കണ, രേണുവിനൊന്നും ഇല്ലായിരുന്നെന്ന്. അയ്യോ സത്യമായിട്ട് നമുക്ക് ഇത്രയും നാൾ അറിഞ്ഞൂടായിരുന്നു അത് ഒറിജിനൽ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി. സാരിക ചേച്ചി പറഞ്ഞു തന്നത് വളരെ ഉപകാരമാണ്, നല്ല എല്ലാവർക്കും ശാരിക വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലായല്ലോ അത് ഒറിജിനൽ അല്ല. ആ കറിച്ചട്ടി ഇനി കിട്ടിയിരുന്നെങ്കിൽ മീൻകറി വെക്കായിരുന്നു. തലയിൽ ഉള്ള ചട്ടിയൊക്കെ പൊട്ടിപ്പോയി. അല്ല അപ്പൊ എക്സ് കണ്ടസ്റ്റന്റേ അതാരായാലും അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോയി ബാക്കിയുള്ളവരെടുത്ത് എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് നിൽക്കണ ഡ്രസ്സൊക്കെ ഇട്ട് പോയത് വളരെ മോശമായിപ്പോയി. എന്നാലും ഇത് ആരായിരിക്കുമല്ലേ? അത് അവള് കറക്റ്റ് പറയുന്നുണ്ട്. അത് ശരീരമൊക്കെ ഉള്ള ഒരാളാണ്, അത് എല്ലാവർക്കും മനസ്സിലാവും ആരാണെന്നുള്ളത്. പക്ഷെ നമ്മളതിപ്പോ കണ്ട ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ശാരീരിക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ. അത് രേണു ഇരുന്നും കൊണ്ട് സപ്രീച്ചം കാണിച്ച് രേണു മുഖമൊക്കെ അങ്ങ് ഒരുമാതിരി ആയി, അങ്ങ് ഉറക്കവും ഇല്ല രേണുവിന്. ആകെ കൊണ്ടൊരിതായി. പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന വിധവ, പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു. എത്ര പേരെ നോക്കണം. പിന്നല്ലേ 3 മക്കള്. കിച്ചുവിൻ്റെ കാര്യം വീട്, അവൻ പോയി അവൻ്റെ പാട്ടിന്. പിന്നെ മറ്റേ അവളുണ്ട്, ചേട്ടത്തി എന്ന് പറയുന്ന സാധനമാകുമ്പോൾ. പിന്നെ വേറൊരെണ്ണം ഉണ്ട്, അവളെ ഭർത്താവ്. പിന്നെ തങ്കമ്മച്ചിയുണ്ട്, പിന്നെ തങ്കപ്പച്ചനുണ്ട്. എല്ലാവരും ഇത്രയും പേരെ നോക്കണ്ടേ? സുധിയായിരുന്നു 10 വരെ നോക്കിക്കൊണ്ടിരുന്നത്.